അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് നിർമ്മല സീതാരാമൻ്റെ സെയിം പോർട്ട്ഫോളിയോ ഉള്ള ഒരാളാണ് സ്കോട്ട് ഡെസെറ്റ്. അദ്ദേഹം NBC ചാനൽ, അമേരിക്കൻ ചാനലാണ്, അതിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഈ റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനം, അതായത് സ്റ്റേറ്റ്മെൻറ്റ്, ഉറപ്പായിട്ടും ഇത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം ഈ ചാനലിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യയിലും പെട്ടെന്ന് ഇപ്പോൾ വെബ്സൈറ്റിൽ, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഞായറാഴ്ച വൈകിട്ട് ഇത് വലിയ രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ ചില സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്, മാറ്ററുണ്ട്. നമ്മൾ പല കാര്യങ്ങളും നമ്മളിനി ആൻറ്റിസിപ്പേറ്റ് ചെയ്തോണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത്? ആദ്യം ഓരോ കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് അത് പറയാം എന്താണെന്ന്. പക്ഷെ അദ്ദേഹം പറയുന്നത് റഷ്യക്കെതിരെ അമേരിക്ക ടഫായിട്ടുള്ള സാങ്ഷൻ, അതായത് ഉപരോധം ഏർപ്പെടുത്തണം. അതേപോലെ റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ, അതിൻ്റെ അത് ചൈനയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇന്ത്യക്കെതിരെ നടപടിയെടുക്കണം. അത് ടാരിഫ് ആണെങ്കിൽ ടാരിഫ്, സാങ്ഷൻ എങ്കിൽ സാങ്ഷൻ. രണ്ട് രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കാം എന്തൊക്കെയായിരിക്കും ഈ പറയുന്ന ഈ മാസം 26-നും 27-ാം തീയതി യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലിയാണ്. റഷ്യ കഴിഞ്ഞ സമയത്ത് ഇന്നലെ 2 ദിവസമായിട്ട് കീവിലും അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം കയറി മിസൈൽ അറ്റാക്ക് ചെയ്തു. അവരൊരു കുറവും വരുത്തിയിട്ടില്ല. എല്ലായിടത്തും അവർ മിസൈൽ അറ്റാക്കിൽ ആക്രമണം നടത്തുകയാണ്. ഈ സന്ദർഭത്തിലാണ് അമേരിക്കൻ ഗവൺമെൻറ് ശക്തമായ രീതിയിൽ സാങ്ഷൻ, ഉപരോധം റഷ്യക്കെതിരെ സൂചന നൽകി. റഷ്യയെ സഹായിക്കുന്ന ഇന്ത്യക്കെതിരെയും വേണം. അത് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക മാത്രമല്ല, അമേരിക്ക എന്ത് ആക്ഷൻ എടുക്കുന്നു അത് അമേരിക്കയുടെ അലയൻസ് പാർട്ട്നേഴ്സും നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ ഫോളോ ചെയ്യണം, അതേപോലെ ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ റഷ്യയുടെ എക്കോണമി കൊളാപ്സ് ആവുകയുള്ളൂ. മനസ്സിലാക്കുക, റഷ്യയുടെ എക്കോണമി കൊളാപ്സ് ആകുമ്പോൾ ഇന്ത്യയുടെ എക്കോണമി കൊളാപ്സ് ആക്കണം. ഇതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ വ്ളാദിമിർ പുടിൻ സംഭാഷണത്തിനായിട്ട് വന്ന സീസ് ഫയർ എഗ്രിമെന്റ് ഉണ്ടാക്കും. ഇതാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം റഷ്യക്കെതിരെ സാങ്ഷൻ ഉണ്ട്. ഈ പറയുന്ന സെക്കൻഡറി സാങ്ഷൻ ആയിട്ടില്ല, ഫസ്റ്റ് സാങ്ഷനാണുള്ളത്. സെക്കൻഡറി സാങ്ഷൻ എന്ന് പറയുന്നത് റഷ്യ ഉപയോഗിക്കുന്ന പല ബാങ്കിങ് ഉണ്ട്, അതായത് ഓയിൽ വിൽക്കാനും മറ്റുള്ള കാര്യത്തിനുള്ള സംഭവം. അത് കയറി അങ്ങ് ബ്ലോക്ക് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ റഷ്യയിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാരണം ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം സാങ്ഷനും സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ റഷ്യയുടെ കാര്യമല്ല താല്പര്യം, നമുക്ക് ഇന്ത്യയുടെ കാര്യമാണ് താല്പര്യം. ഞാൻ റഷ്യയുടെ എന്ത് കുന്തമുണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഇന്ത്യക്കാർക്ക്. കാരണം റഷ്യയുമായിട്ട് നമുക്ക് ഇടപാടും ബന്ധവുമൊക്കെ ഉണ്ട്. പക്ഷെ റഷ്യയുടെ കൂടെ ഇന്ത്യയും ആ തകർച്ചയിലോട്ട് പോകുന്നു എന്നാണ്. അതിനുള്ള എല്ലാ രീതിയിലുമുള്ള നടപടികൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൈക്കൊള്ളണം എന്നാണ് സ്കോട്ട് ബെസന്റ്, അതായത് ട്രഷറി സെക്രട്ടറി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. അതായത് ഇന്ത്യക്കെതിരെ പഴയ സമയത്ത് 1997 ഉപരോധം നടത്തിയപ്പോൾ ഇന്ത്യ എക്കോണമിയിൽ എവിടെയൊന്നും ഇല്ല. ആകെ ഉള്ളത് ഏകദേശം 450 ബില്യൻ്റെ മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അത്രേ ഉള്ളൂ ആ സമയം. ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ? കാരണം ഇപ്പോഴും നമ്മൾ ഏകദേശം ഗ്ലോബലായിട്ട് നമ്മൾ ട്രേഡും അതേപോലെ നമ്മുടെ അസറ്റും ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന റിസർവും ഒക്കെ നോക്കുവാണെങ്കിൽ ഹ്യൂജ് എമൗണ്ടാണ് നമ്മുടെ ഇരിക്കുന്നത്. അന്നത്തെ സമയത്ത് ഏകദേശം വളരെ കുറവ്, ഏകദേശം 37, ഞാൻ പറഞ്ഞ എമൗണ്ട് തെറ്റാണ്, ഏകദേശം 37 ബില്യണേ ഉള്ളൂ നമ്മുടെ ട്രേഡും ഒക്കെ പറയുന്ന ആ സംഭവം. ഇപ്പോഴങ്ങനല്ല ഉണ്ട്.
അപ്പോൾ ഹ്യൂജ് സംഭവമാണ് നമ്മൾ ട്രേഡ് നടത്തുന്നത്. ട്രേഡ് മാത്രമല്ല, നമ്മുടെ ഗ്ലോബലായിട്ടുള്ള ഇൻറ്ററാക്ഷൻ, അതുപോലെ നമ്മുടെ എക്കോണമി ഭയങ്കരമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ പ്രതീക്ഷിക്കാം ഏതൊക്കെ രീതിയിലായിരിക്കും ഈ ടാരിഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപരോധം കൂടെ കയറി വരും. അത് ടാരിഫ് എന്ന് പറഞ്ഞ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പം ആദ്യത്തെ സംഭവം ഇവർ ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയിൽ നിന്നും പോകുന്ന അമേരിക്കൻ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഇതങ്ങ് സസ്പെൻഡ് ചെയ്യും ഫോർ എ ടൈം. ഇത് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂറോപ്യൻ രാജ്യങ്ങളും ഫോളോ ചെയ്യണം. അതായത് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഇതങ്ങ് സസ്പെൻഡ് ചെയ്യും. അപ്പം നിങ്ങൾ പറയാം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റും അതേപോലെ തന്നെ ഖറ്റാർ എയർവേസും എറ്റിഹാദും ഒക്കെ ഉപയോഗിച്ചോടെ അവരോടും പറയാം അങ്ങോട്ട് വരണ്ട, അവരെ ഇന്ത്യ നീ സാധനം കൂടെ ടെമ്പററി ആയിട്ട് വരണ്ടെന്ന് പറയും. ഞാനിത് തമാശയായിട്ടല്ല പറയുന്നത്, ഇതൊക്കെ പ്രതീക്ഷിച്ചോണം. അവർക്കെല്ലാ ഗെയിമും അവർ കളിക്കും. അവരിപ്പം റഷ്യ എക്കണോമിക് കൊളാപ്സ് ഉണ്ടാക്കണമെങ്കിൽ അത് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഇന്ത്യയുടെ എക്കണോമി കൊളാപ്സ് ആക്കുക എന്നുള്ള ഉദ്ദേശം. അതേപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഏകദേശം 50 ലക്ഷത്തിൽ പരം ആൾക്കാരാണ് ഇന്ത്യൻ ഒറിജിൻ അവിടെ ഉള്ളത് അമേരിക്കയിൽ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എമിറേറ്റ്സ് ഫ്ലൈറ്റും ഈ ഇറ്റിഹാദും ഖത്തറിൻ്റെ അകത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അമേരിക്കയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ ഹ്യൂജ് ഫ്ലൈറ്റാണ്, വൈഡ് ബോഡി ഫ്ലൈറ്റാണ്. അപ്പോൾ അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാകും, ഈ ഖത്തറിൽ നിന്ന് ദോഹയിൽ നിന്ന് പോകുമ്പോൾ അതിനകത്ത് 65-70% പറയുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യയുടെ വിവിധ സിറ്റികളിൽ നിന്നും പോകുന്ന, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റും ഈ പറയുന്ന എമിറേറ്റ്സിൻ്റെ എയർപോർട്ടിൽ പോയി ഇരിക്കുമ്പോഴും, ഖറ്റാറിൻ്റെ ദോഹ എയർപോർട്ടിൽ പോയി, ഇറ്റിഹാദിൻ്റെ എയർപോർട്ടിൽ പോയി ഇരിക്കുമ്പോഴും അവർ ഗ്ലോബലായിട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കാണുന്ന എല്ലാ ഇന്ത്യൻ ഫേസുകളാണ്. ഇവരുടെ മൂവ്മെന്റ് മുടങ്ങുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പച്ചയ്ക്ക് അവർ തെറി വിളിക്കും ഇന്ത്യക്കാർ. കാരണം അവർക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ പോകണം? ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്ത് പോയി പിന്നെ അവിടെ കയറിയിട്ട് അവിടുന്ന് വേറെ രാജ്യത്ത് പോയി അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഏകദേശം ഇന്ത്യ ടു അമേരിക്ക ഏകദേശം 14-15 മണിക്കൂറാണെങ്കിൽ ട്രാവലിംഗ് ഡയറക്റ്റ്, ഇത് 3-4 ദിവസം എടുക്കും. അതുപോലെ എയർക്രാഫ്റ്റിൻ്റെ ഫെയർ എന്ന് പറയുന്നത് എത്ര ആവും? മിനിമം വൺ സൈഡ് തന്നെ 5, 6, 7 ലക്ഷമാണ്. പിന്നെ അടുത്ത സംഭവം, ഇതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തോണം. ഇതൊക്കെ ഈ അമേരിക്ക എങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ മേളിൽ പ്രഷർ ചെയ്യുന്നതെന്ന് അതിനെപ്പറ്റി പല ബുക്സുകളും അമേരിക്കൻ റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അവിടുത്തെ സ്ട്രാറ്റജിക് റൈറ്റേഴ്സൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് എന്തോ സംഭവം, അവരെന്തോ ചെയ്യും, ടെമ്പററി ആയിട്ട് ഇന്ത്യക്ക് കൊടുക്കേണ്ട പല ടെക്നോളജിയും, പല ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഒക്കെ എഴുതിയിട്ടുണ്ട്. ISR അത് ഇത് ചള്ളജാവർ സംഭവത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതങ്ങ് സസ്പെൻഡ് ചെയ്യും. കാരണം ഇന്ത്യ പിന്മാറണം, ക്രൂഡ് വാങ്ങരുത്. അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇന്ത്യൻ എയർക്രാഫ്റ്റുകളുണ്ട്. അതൊന്നില്ലെങ്കിൽ ബോയിങ് അല്ലെങ്കിൽ എയർബസ്. വേറൊരു കമ്പനിയിൽ നിന്ന് ഇന്ത്യ ഇന്ത്യൻ പാസഞ്ചേഴ്സ്, അതായത് ഏവിയേഷൻ കമ്പനികൾ വേറൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ബോയിങ്ങും അതേപോലെ എയർബസും മാത്രമേ ഉള്ളൂ. അതിന് സ്ഥിരമായിട്ട് സ്പെയർ പാർട്സ് വേണം. ഇപ്പം എയർബസിൻ്റെ പല കമ്പനികൾ അതിൻ്റെ ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടാക്കിയത്. പല ഇഞ്ചിനുകളും ഈ പറയുന്ന അമേരിക്ക, അവിടുന്ന് സ്പെയർ പാർട്സ് ഒക്കെ തരാം. അവർ പറഞ്ഞാലേ സ്പെയർ പാർട്സ് തരത്തുള്ളൂ. ഇത് യൂറോപ്പും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ഇന്ത്യയുടെ ഏവിയേഷൻ സെക്ടർ ഡൗൺ ആയി പോവും. ഒന്നാമത് ഗോ എയർ, സ്പൈസ് ജെറ്റ്, നേരത്തെ ജെറ്റ് എയർവേസ്. ഇപ്പം ആകെ ആക്റ്റീവായിട്ടുള്ളത് ഇൻഡിഗോയും എയർ ഇന്ത്യയും, പിന്നീട് അക്കാസ്, അത് കുറച്ച് എയർക്രാഫ്റ്റ് ഉള്ളവർക്ക്, അത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ ഏവിയേഷൻ്റെ വെറുതിരുന്നങ്ങ് പോകും. ഇത് സ്പെയർ പാർട്സ് വേണ്ടായോ? അതും കൂടെ അങ്ങ് നിർത്തും, ടെമ്പററി ആയിട്ട് അങ്ങ് നിർത്തും. അത് എല്ലാ സെഗ്മെന്റിലും ഇമാര് കയറി പിടിക്കും. ഒരു സെഗ്മെന്റ് അല്ല, എല്ലാ സെഗ്മെന്റിലും.
അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കും ഈ മിഡിൽ ഈസ്റ്റ്, അപ്പോൾ അവിടുന്ന് ഇന്ത്യക്ക് ഓയിലും അതും ഇതൊക്കെ വാങ്ങാം. അവിടെ അവർ പറയും, ആ രാജ്യങ്ങളോട് പറയും ഇന്ത്യയുടെ മേളിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ. ഇന്ത്യ വാർ ഇന്ത്യ ഈ പറയുന്ന റഷ്യയുടെ ക്രൂഡ് മേടിയിൽ നിർത്തണം. അവരും ഇന്ത്യക്കാർക്കെതിരെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരും. മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന പല ഇന്ത്യക്കാരെ ഇവരെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ്ലി കയറി ബാധിക്കും. ഇതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഇതാണ് ചില രാജ്യങ്ങളും ഈ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും അവരുടെ കയ്യിലുള്ള പവറാണിത്. അവർ പറഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം കേൾക്കും. ഈ രാജ്യങ്ങളുടെ ഒക്കെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ. ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്. ഇത് ചെറിയ ഗെയിമല്ല, വലിയ ഗെയിമായിട്ട് അവരങ്ങ് ഏറ്റെടുക്കും. ഇത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ എടുത്ത തീരുമാനമാണ്. NBC ചാനൽ സ്കോട്ട് ബെസന്റ് പറയുന്നത് ഫർദർ ടഫായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകും. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് അമേരിക്കയേക്കാൾ ഏറ്റവും പ്രാധാന്യം ഈ വാർ നിർത്തുക. അവരുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, അവരുടെ ബിസിനസ്, അവരുടെ എക്കോണമി എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുക. അവർ അമേരിക്ക ഹൈ എൻഡായിട്ട് പ്രഷർ ചെയ്യുകയാണ്. അപ്പം ഈ അടുത്തിടയ്ക്ക് ഇമാനുവേൽ മാക്രോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു. ശ്രദ്ധിക്കുക, എന്താ ഇതിൻ്റെ പ്രധാനമായിട്ട് പറഞ്ഞ സംഭവം നിങ്ങൾക്കറിയോ? ഇന്ത്യ എങ്ങനെങ്കിലും ഇടപെടണം, ഈ വാർ നിർത്തിയേ മതിയാവത്തുള്ളൂ. അതായത് പറഞ്ഞിരിക്കുന്ന കൃത്യമാണ്, ഇന്ത്യ ഈ ക്രൂഡ് മേടിക്കരുത്, പ്രഷർ ചെയ്യണം റഷ്യയുടെ മുകളിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കൊടുത്തിരിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്, പ്രധാനപ്പെട്ട സംഭവം. ഇപ്പം ഇന്ത്യക്ക് പെട്ടെന്ന് ഇപ്പം എയർഫോഴ്സിൻ്റെ സ്ക്വാഡ്രൻ്റെ അകത്ത് പുതിയ റഫേലൊക്കെ മേടിക്കണം. അതേപോലെ തേജസിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ഇഞ്ചൻ തൽക്കാലം അമേരിക്ക സസ്പെൻഡ് ചെയ്ത് GEയോട് പറഞ്ഞു കൊടുക്കണ്ട. കാരണം റഷ്യ ഉക്രൈൻ വാർ കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ റോൾ അറിഞ്ഞ ശേഷം കൊടുത്താൽ മതി. ഇതൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇന്ത്യ പെട്ടെന്ന് ഫ്രാൻസുമായിട്ടും സ്വീഡനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അവരും പറഞ്ഞ് ഈ വാറ് കഴിഞ്ഞ ശേഷം നോക്കാം, ആദ്യം ക്രൂഡ് വാങ്ങിയത് നിർത്താൻ പറഞ്ഞു. ഇതിനെല്ലാം കാരണം നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഈ റഷ്യയുമായിട്ടും ചൈനയെ പോയി കാണിച്ചാണ് ഇവർക്ക് ചൊറിഞ്ഞിരിക്കുന്നത്. ഇവിടെ വലിയ സംഭവമായിട്ട് വന്നു അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് ബേസിക്കലി കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത്രയും പേർക്ക് ജോലി കിട്ടുന്നു, തേടി നടക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. ഇതാണ് ഞാൻ നേരത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു. അവരുടെയും ഡിമാൻഡ് ഇത് കാരണം ഈ രാജ്യങ്ങളുടെ പ്രൈമറി ഡിമാൻഡ് എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാർ എങ്ങനെയെങ്കിലും നിർത്തുക. അതിന് ഇന്ത്യ ഒരു കാരണവശാലും റഷ്യയെ സഹായിക്കരുത്, ക്രൂഡ് വാങ്ങിയത് നിർത്തുക. ഇതാണ് ഇവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ബാക്കിയെല്ലാം ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഗിമിക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനം വരാൻ പോകുന്നൊരു സംഭവമുണ്ട്. എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഇന്ത്യക്കെതിരെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഈ സെപ്റ്റംബർ കഴിയുന്നതോടുകൂടി ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ഉപരോധം, ടാരിഫ് അല്ല. ടാരിഫ് എന്ന് പറയും, പക്ഷെ ഉപരോധമായിരിക്കും. എല്ലാത്തിനും കയറി ഉപരോധം കയറി അടിക്കും. ഇതിനുള്ള പോസിബിൾ അതേപോലെ ഈ പറയുന്ന ഉപരോധം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയോ, അതിനകത്ത് യൂട്യൂബ് മോണിറ്റൈസേഷൻ ഉൾപ്പെടെ സംഭവം കയറി വരും. അതുവരെ കയറി സാങ്ഷൻ്റെ അത് കയറി വരും. അവർ പറയും തൽക്കാലം വേണ്ടെന്ന് പറയും. അത് റഷ്യയിൽ അത് ചെയ്തേക്കുവാണ്. യൂട്യൂബ് മോണിറ്റൈസേഷൻ ഇല്ല അവിടെ. അതേപോലെ മറ്റുള്ള എല്ലാ സാധനത്തിനും അഡീഷണൽ സംഭവം അടിച്ച് കയ്യിൽ തരും. ഇതെല്ലാം കൂടെ വെച്ച് പറ്റിയൊരു സമയത്തിന് പറ്റിയൊരു പ്രധാനമന്ത്രിയും പറ്റിയ BJP. ഞാൻ പല ആവർത്തി ഓരോ സംഭവം കഴിയുമ്പോഴും നിങ്ങളോട് ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്കിത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തോണം. അതായത് റഷ്യൻ ക്രൂഡ് നിർത്തിയില്ല എങ്കിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക് കട്ടപ്പുകയാണ്. ഇത് ഈ പറയുന്ന ഇന്ത്യക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ വിസ സസ്പെൻഷൻ. അതായത് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡിമാൻഡാണ് എപ്പോഴും അമേരിക്കയിലുള്ള B1 B2 വിസ കൂട്ടുക, H1B വിസ കൂട്ടുക. ഇന്ത്യയുടെ ഡിമാൻഡ് അനുസരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട പലയിടത്തും കോൺസുലേറ്റും ഈ വിസ സെൻറ്റേഴ്സും ഒക്കെ അമേരിക്ക തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അല്ലാതെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇന്ത്യക്കാർ. കാരണം ഇന്ത്യക്കാരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഹോട്ടലിലൊന്നും താമസിക്കത്തില്ല. അവരധികം അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ താമസിക്കും. വളരെ കഞ്ചൂസുകളാണ്.
കാരണം അവർ സ്പെൻഡ് ചെയ്തില്ല ഇന്ത്യക്കാരധികവും. അതുകൊണ്ട് കൂടുതൽ അവിടെ വരാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ താല്പര്യം. ഇപ്പം അമേരിക്കയിൽ ഇന്ത്യക്കാരെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇന്ത്യയുടെ പല ഈ പറയുന്ന ഓപ്പറേഷൻ വിസ കൊടുക്കുന്ന സംഭവം സസ്പെൻഡ് ചെയ്യും ഫോർ എ ടൈം ബി. അതായത് ജനങ്ങളുടെ മേളിൽ പ്രഷർ ഇടുകയാണ് അവർ ഗവൺമെന്റിനോട് പറ ഇത് സെറ്റിൽ ചെയ്യുക. ഇതാണ് അമേരിക്കൻ വിദേശ നയത്തെ പറ്റി പഠിച്ചിരിക്കണം. അമേരിക്ക ഏതൊക്കെ രീതിയിൽ പ്രഷറൈസ് ചെയ്യും അതിന് യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ചങ്ങ് നിർത്തും. അത് ഗൾഫിലും റിഫ്ലക്ഷൻ ഉണ്ടാക്കും, റിയാക്ഷൻ ഉണ്ടാക്കും. അവിടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഏറ്റവും താല്പര്യം അമേരിക്കയാണ്, യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവിടെ നിന്റെ എണ്ണ മേടിക്കുന്നു. പക്ഷെ അതേപോലെ തന്നെ ഈ രാജ്യങ്ങൾക്കൊക്കെ യൂറോപ്പിൽ എണ്ണ കൊടുക്കാം. കാരണം ഇന്ത്യ കാണിച്ച മണ്ടത്തരം എന്ന് പറയുന്നത് അവരുടെ ഒരു ലോങ് ടൈം പോളിസി. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രമാത്രം ഈ കൂട് മേടിക്കും, അവരുടെയും ബിസിനസ് പോയി. ഇതെല്ലാം കച്ചവടവും ബിസിനസ്സും ഒക്കെയാണ്, ഒരു ബന്ധമാണിത്. ആ ബന്ധത്തിന് ഒലച്ചിൽ തട്ടിക്കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ നമുക്കെതിരായി. അതായത് ഇന്ത്യക്ക് ചുറ്റും മൾട്ടിപ്പിൾ എനിമീസിനെ ഉണ്ടാക്കി ഈ പറയുന്ന റഷ്യൻ ക്രൂഡ് മേടിച്ചിട്ട്. ഇതിൻ്റെ പ്രയോജനം ആർക്കാ? അംബാനിക്കും അദാനിക്കും ഈ പറയുന്ന ആൾക്കാർക്ക്. ഒരു ഇന്ത്യക്കാരന് ഇതിൻ്റെ പ്രയോജനം കിട്ടിയില്ല. സഫർ ചെയ്യാൻ പോകുന്ന ആരാ? ഈ പാവം പിടിച്ച ഇന്ത്യക്കാർ. ഇതാണ് അൾട്ടിമേറ്റായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ഏറ്റവും വലിയ ഗതികേട്. വരാനിരിക്കുന്ന ദിവസങ്ങൾ അറിയാം എങ്ങനെയായിരിക്കും ഫർദർ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് 1 by 1 ആയിട്ട് പോകുന്നത്.